പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ലോകം വലിയ ഒരു മാറ്റത്തിലേക്ക് പോകുന്ന കാലഘട്ടമാണെന്ന് നമ്മൾ മലയാളികൾ മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെ കിണറ്റ് കിടക്കുന്ന അവളെ കുഞ്ഞിനെ പോലെ ഞാനാ വലുത്, എന്റെ രാജ്യമാ വലുത്, എന്റെ സഭയാ വലുത് എന്നൊക്കെ പറഞ്ഞിരുന്ന പോരാ. ഒന്ന് ഹൃദയം തുറന്ന് ലോകത്തെ ആകമാനം കാണണം. മൂല്യച്യുതിയും വിശ്വാസച്യുതിയും വന്ന ലോകം ഇപ്പോൾ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഒരു മാറ്റം നടത്തുകയാണ്. നിങ്ങൾ കണ്ടു അമേരിക്കയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് വായിക്കുന്നുണ്ടല്ലോ അനുദിനം. അവിടുത്തെ പ്രസിഡന്റ് വിളിച്ചു പറയുന്നു, യേശുക്രിസ്തുവാണ് ലോകരക്ഷകൻ, യേശുവാണ് അമേരിക്കയെ ഭരിക്കുന്നത്, യേശുവിനെ അനുഗമിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും സംരക്ഷിക്കും രാജ്യം. നിങ്ങൾ വായിക്കുന്നുണ്ട്. അവര് ഹംഗറിയിലെ പ്രസിഡന്റ് വളരെ ഇളകിയിരിക്കുകയാണ്. അതായത് യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പ പലപ്പോഴും യൂറോപ്യൻസിനോട് പറഞ്ഞിരുന്നു, ആ യൂറോപ്പിന്റെ റൂട്ട് വേര് നാരായ പേര് ക്രൈസ്തവ ജീവിതമാണ്, ക്രിസ്തുവാണ് എന്ന്. അത് യൂറോപ്യൻ യൂണിയന്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതണമെന്ന് പറഞ്ഞു, എഴുതിയില്ല. ഇപ്പോൾ അത് അവിടുത്തെ ഭരണാധികാരി, ഹംഗറിയിലെ ഭരണാധികാരി പ്രസിഡന്റ് പറയാണ്, യൂറോപ്പ് ഒരു ക്രൈസ്തവ കൂട്ടായ്മയാണ്, അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ തന്നെ പോവുകയാണ്. അങ്ങനെ മൊത്തം ക്രൈസ്തവ രാജ്യങ്ങൾ ഉണരുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന് കാരണമുണ്ട്, ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ഇന്ന് ക്രൈസ്തവർക്ക് സമാധാനമായി ജീവിക്കാൻ മേലാത്ത ഒരു ചുറ്റുപാടാണ്. ഇനി അതിന് കാരണം ക്രൈസ്തവർ തന്നെ. ഓക്കെ, ഞാൻ അതിലേക്ക് അടക്കുകയല്ല. അതിനെപ്പറ്റി ഇംഗ്ലീഷിലൊക്കെ ഞാൻ വീഡിയോ ഇറക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു കേരളം ഇതൊന്നും അറിയാതെ ഉറങ്ങിയിരുന്നാൽ, നമ്മൾ വായിക്കുന്നത് പോലെ എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 വചനം 14 ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെപ്പോലെ ജീവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളൂ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രചോദനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. എനിക്കിതാണ് പറയുവാനുള്ളത്. നമ്മളിപ്പോൾ അടിപിടിയും വെച്ച് റീത്തിന്റെ പേരിലോ കുർബാനയുടെ പേരിലോ അല്ലെങ്കിൽ സഭയുടെ പേരിലൊക്കെ അടിയും പിടിയും വെച്ച് കൊച്ചു പിള്ളേരെ പോലെ ഇവിടെ ഇരുന്നാൽ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ വലിയ ഒരു ഒഴുക്ക്, അതായത് നന്മയിലേക്കുള്ള ഒഴുക്ക് നടക്കുമ്പോൾ നമ്മൾ ഒരിടത്തുമല്ല, വെറുതെ കഴുകി പോകപ്പെടും, ഇല്ലാതായിത്തീരും. വേറെ വംശത്തിൽ പറഞ്ഞാൽ ഈ വംശനാശം എന്നൊക്കെ പറയുന്നത്, ഇനിയെങ്കിലും ഉണർന്നില്ല എങ്കിൽ, ഇനിയെങ്കിലും ആത്മാവിൽ നമ്മൾ തീ കത്തി ആളുന്നില്ല എങ്കിൽ, കൊച്ചുകുട്ടികളെപ്പോലെ അടിപിടിയും വെച്ച് കുർബാന അവിടെ ചെല്ലണം, ഇവിടെ ചെല്ലണം, അങ്ങോട്ട് തിരണം, ഇങ്ങോട്ട് തിരണം, അല്ലെങ്കിൽ അപ്പം പൊളിച്ചതാണ് പൊളിക്കാത്തതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കട്ടിലിടണം, വിരിവാട്ട്, ഇങ്ങനെയൊക്കെ കൊച്ചു കാര്യങ്ങളും പറഞ്ഞ് അടിപിടി വെച്ചുകൊണ്ടിരിക്കാതെ പ്രിയ ക്രൈസ്തവരെ ഉണരുക. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. ഇല്ലായെങ്കിൽ അത് നമ്മൾ ഈ ലോകത്തിന്റെ നന്മയിലേക്കുള്ള ഒഴുക്കിൽ തട്ടിപ്പോവും. ഹല്ലേലൂയ. വലിയൊരു ഒഴുക്ക് അടുത്ത നാളുകളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മൾ വെളിപാട് പുസ്തകം അധ്യായം 21:5 വായിക്കുന്ന പോലെ പുതിയ ആകാശവും പുതിയ ഭൂമി. കാരണം ഈശോ വന്നത് ലോകത്തെ രക്ഷിക്കാനാണ്. ആ രക്ഷ കടിച്ചു മാറ്റും, ലോകത്തിന് പ്രകടിപ്പിക്കും, ലോകത്തുള്ളവർ അത് മാനിക്കും, സ്വീകരിക്കും. അപ്പം അത് ക്രൈസ്തവരിങ്ങനെ ഉണരുമ്പോഴാണ് സംഭവിക്കുന്നത്. അവരാണ് അത് പ്രഘോഷിക്കേണ്ടത്. അവരാണ് യേശുവിന്റെ പ്രകാശം, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ വിശുദ്ധി പ്രഘോഷിക്കേണ്ടവർ. ഈ സമയത്ത് നമ്മൾ സമയം പാഴാക്കാനില്ല. പെട്ടെന്ന് സമയം പോകുന്നു. ഇപ്പൊ തന്നെ നോക്കൂ, 2025 2 മാസം കഴിഞ്ഞു. ഇനിയിപ്പം 2033 നമുക്കറിയാം, വലിയ ജൂബിലി വരുന്നു. ഈശോ പങ്കപ്പാട് അനുഭവിച്ചതും കുരിശുമരണം പ്രാപിച്ചതും കുർബാന സ്ഥാപിച്ചതും അതുപോലെ പെന്തക്കോസ്ത നൽകിയതും എല്ലാം 2000 വർഷം തികയാണ് ഇതിനെല്ലാം. അപ്പോൾ ഒരു വലിയ ഒരു കൊള്ളലൊക്കെ അന്നേരത്തിൽ സംഭവിക്കുമെന്നുള്ളത് വലിയ തീർച്ചയാണ് മക്കളെ.
അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ ഉണരണം ഉണരണം ഉണരണം. ഇല്ല എങ്കിൽ നമ്മൾ വീണുപോകും, നമ്മൾ ഇല്ലാതായി പോകും. ഇവിടെ കർത്താവിന്റെ സന്ദേശം നമ്മൾ ധ്യാനിക്കേണ്ടത് ആണ്. ഉദാഹരണമായിട്ട് വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുന്നു, വളരെ വ്യക്തമായിട്ടും 22:11 അനീതി ചെയ്യുന്നിരുന്നവർ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. എന്നാൽ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ! മനോഹരമായ ഒരു വാക്കാണ്. ലോകം രണ്ടായി പിളർക്കുകയാണ്. അതായത് ദുഷ്ടന്മാർ, തിന്മയിൽ വൈരാഗ്യം, രോഷം, പക, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മൂലച്ചൂരി ഒരു കൂട്ടർ കാണും. അവരങ്ങ് വളർന്നോട്ടെ. കർത്താവിനെയാ പറയുന്നത്, കർത്താവിന്റെ വചനമാ. ഹല്ലേലൂയ! യോഹന്നാൻ ശ്ലീഹായോട് പത്മോസിൽ വെച്ച് വെളിപ്പെടുത്തി കർത്താവ് പറഞ്ഞതാണ്. അശുദ്ധനായിരിക്കുന്നവൻ, കറയുള്ളവൻ, അനീതി ചെയ്യുന്നവൻ തുടരട്ടെ. ഇതെല്ലാം തുടരും. മനസ്സാക്ഷിയോട് ചോദിക്കണം കൈവച്ചുകൊണ്ട്, ഞാൻ ആ കൂട്ടത്തിലാണോ? ഇനിയും അതേസമയം വിശുദ്ധർ കൂടുതൽ വിശുദ്ധരാകും, നീതിമാൻ കൂടുതൽ നീതിയിലാകും എന്ന് പറഞ്ഞാൽ നന്മയിലായിരിക്കുന്നവൻ കൂടുതൽ നന്മയിൽ ജീവിക്കും. ആ കാലഘട്ടമാണ് വരുന്നത്. വന്നു കഴിഞ്ഞു. ഏറെ പേർ മാനസാന്തരത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വളരെ വ്യക്തമായ വാക്കുകളൊക്കെ ഈ അവസരത്തിൽ ധ്യാനിക്കണം. കർത്താവ് കേരളത്തെ എത്രമാത്രം, പ്രത്യേകിച്ച് കേരള സഭയെ, ക്രിസ്ത്യാനികളെ എത്രമാത്രം അനുഗ്രഹിച്ചിരുന്നു. മുടി ചൂടി നിൽക്കുന്ന സഭ. ഹല്ലേലൂയ! സത്യമാണ്. ഒത്തിരി വളർന്ന് പന്തലിച്ച് പുഷ്പിച്ചതായിരുന്നു. ഇപ്പോൾ പുഷ്പങ്ങളെല്ലാം പോയി, കായ്കളും പോയി. ഇപ്പോൾ അതായത് ശിഖരങ്ങൾ മാത്രം ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. കഥ പറഞ്ഞെന്താണ്? ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ല എങ്കിൽ വെട്ടി ദൂരെ കളയും. ഹല്ലേലൂയ! ശക്തമായ വാക്കുകളാണ്. അതാണ് യോഹന്നാൻ മാപ്നാനായിലൂടെ കഥ പറഞ്ഞത്. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 3:8 മുതൽ വചനം, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് വീമ്പടിക്കരുത്. ഹല്ലേലൂയ! പ്രിയമുള്ളവരെ, നമുക്ക് ഏറെ പള്ളികളുണ്ട്, ഏറെ രീതികളുണ്ട്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുണ്ട്, പുണ്യവാന്മാരുമുണ്ട്. ഏറെ ധ്യാന കേന്ദ്രങ്ങൾ 120 മറ്റോ ഉണ്ട്. വീമ്പടിക്കരുതേ പറയാണ്. ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ, മാനസാന്തരത്തിന്റെ ഫലമില്ല എങ്കിൽ എന്താണ് ആ മാനസാന്തരം? സ്നേഹത്തിലേക്ക്, ഈശോ കൊണ്ടുവന്ന സ്നേഹത്തിലേക്ക് ആ മാനസാന്തരപ്പെടുന്ന മനസ്സ് മാറണം. ഈ വഴക്കും വയ്യാവേലിയും പണക്കവും വൈരാഗ്യവും ഇതെല്ലാം മാറി സ്നേഹത്തിലേക്ക് വരണം. പലപ്പോഴും ഞാൻ പറയുന്ന വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പറയണം. എനിക്കറിയാം, വൃദ്ധനായ യോഹന്നാൻ ശ്ലീഹായെ ശിഷ്യന്മാരൊക്കെ തോളിൽ ഏറ്റിക്കൊണ്ട് പോകുമ്പോൾ പറയും, പരസ്പരം സ്നേഹിക്കൂ, പരസ്പരം സ്നേഹിക്കൂ. ഇന്നും പറയും, നാളെയും പറയും, പിറ്റേന്നും പറയും, ഒത്തിരി എപ്പോഴെല്ലാം. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുമ്പോഴെല്ലാം ഒരു സന്ദേശമേ ഉള്ളൂ, പരസ്പരം സ്നേഹിക്കൂ, പരസ്പരം സ്നേഹിക്കൂ. ആരാണ് അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിലെല്ലാം കാണുന്നത്? ദൈവം സ്നേഹമാണ്, പരസ്പരം സ്നേഹിക്കാനാ കർത്താവ് പറയുന്നത്. ഇത് ഇനിയെങ്കിലും നമ്മൾ അതിന്റെ നാശത്തിന്റെ അടിത്തട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിന്റെ സ്വരം ഒന്ന് കേട്ടില്ല എങ്കിൽ നമ്മൾ നശിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഞങ്ങൾക്ക് തോമാശിയുണ്ട്, തോമാശിയുടെ പാരമ്പര്യമുണ്ട്, ശൗര്യാരിമുണ്ടാണ്ട് പാരമ്പര്യമുണ്ട്, ഇവാനീശ്വരാന്റെ പാരമ്പര്യമുണ്ട്. ഇങ്ങനെ പാരമ്പര്യത്തെ കടിച്ചു തൂങ്ങി നിങ്ങൾ രക്ഷപ്പെടുകയില്ലാന്ന കർത്താവ് പറഞ്ഞത്. ആ ഫലം പുറപ്പെടുവിക്കണം. കർത്താവ് യോഹന്നാനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മറന്നുപോയത്, വൃക്ഷത്തിന്റെ വേരിനെ കോടാലി വെച്ചു കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീലറിയും. ഹല്ലേലൂയ! കർത്താവ് വെട്ടുന്നൊരു കാലഘട്ടം വരികയാണ് കേട്ടോ. ഇപ്പൊ വന്നു കഴിഞ്ഞു. അതും നോക്കൂ, എത്ര ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പോയി, എത്ര വിവാഹ മോചനങ്ങൾ നടക്കുന്നു, എത്ര നമ്മുടെ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാതിരിക്കുന്നു, കഴിച്ചവർക്ക് മക്കളില്ലാതിരിക്കുന്നു. എന്തുകൊണ്ട്? ക്രൈസ്തവർ സ്ഥലം വിട്ടുപോകുന്നു, പള്ളിയിൽ പോകുന്നില്ല. ഇതൊക്കെ ചിന്തിക്കണേ. ഫലങ്ങൾ പുറവിക്കാത്തതിന്റെ ഫലം എന്താണ്? ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. സ്നേഹം, സമാധാനം, സന്തോഷം, ക്ഷമ, കാരുണ്യം, നന്മ, ദീർഘശാന്തത, എളിമ, സഹനം, ഇതെല്ലാം അതിൽപ്പെട്ടാണ്.
നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഗലാത്യർക്ക് ലേഖനത്തിന്റെ 5-ാം അധ്യായം 22, 23 വചനങ്ങൾ. ഈ ഫലങ്ങളാണ് പുറപ്പെടുവിക്കേണ്ടത്. അല്ലാതെ ഞാൻ രോഗശാന്തിക്കുണ്ട്, ഞാൻ പറയുമ്പോൾ രോഗശാന്തി, ഞാൻ മുടന്തനെ എഴുന്നേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ കടലിൽ കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ തലവേദന മാറ്റുന്നു, രോഗശാന്തിയുടെ മേളകളൊക്കെ നടത്തിയോട് വിശേഷമൊന്നുമില്ല മക്കളെ. ഫലം പുറപ്പെടുവിക്കണം. അത് ഏറ്റവും വലിയ ഫലം. 1-ാം ഫലം എന്താണ്? സ്നേഹം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന ഈ വയസ്സനായ ഞാൻ നമുക്ക് ഇപ്പോൾ അത് സടകുടിഞ്ഞ് എഴുന്നേറ്റില്ലെങ്കിൽ, അതുകൊണ്ടാണ് നമുക്ക് കേരള സഭ ഒരു സിംഹമായിരുന്നു നിശ്ചയമായിട്ടും. നമുക്ക് കേരള സഭയിൽ നിന്ന് ആദ്യകാലത്തെങ്ങും പോയില്ലെങ്കിലും അടുത്ത ഒരു കാലത്ത് ധാരാളം മിഷണറിമാര് ലോകത്തിൽ മുഴുവൻ പോയി. വടക്കേന്ത്യയിലും വിദേശത്തും എല്ലാം പോയി. ഇപ്പോൾ അടുത്തൊരു നാളത് സങ്കുചിതമായി, ഓരോ റീത്തുകാരുടേതായി ലോകത്തിൽ പോയി പ്രസംഗിക്കുക, ലോകം മുഴുവൻ സുവിശേഷീകരിക്കുക, ആശയമെല്ലാം മാറിപ്പോയി. അന്ന് നല്ല പിതാക്കന്മാരൊക്കെ ഉണ്ട്, നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ച പിതാക്കന്മാരൊക്കെ. മിഷന് പോകണം. ഇപ്പൊ മിഷന് പോകരുതാ അവരെ. ഇതൊക്കെ നാശത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നതാണെന്ന് ഓർക്കണം. ഈശോയുടെ സ്നേഹ സന്ദേശം ലോകത്തിന് വിടംബരം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദുരിതം. 1 കൊറിന്തോസ് 9:16 നിങ്ങൾക്കറിയാം പൗലോസ് പറയുന്നത്. അത് വെറും നമ്മുടെ അവകാശമാണെന്നാ പറഞ്ഞു. ആരും നിർബന്ധത്താലല്ല പോകേണ്ടത്, നമ്മുടെ കടമയാണ്. ആ കടമ ചെയ്തില്ലെങ്കിൽ നാശം. ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. നമുക്കറിയാം അടുത്തൊരു കാലം വരെ ചെറുപ്പക്കാരച്ഛനാണ്, കന്യാശാണെന്ന് പറയും, മിഷന് പോകാൻ പറയുമായിരുന്നു. നമുക്കറിയാം ബഹുമാനപ്പെട്ട കാവുകാട്ട് പിതാവ്, വള്ളത്തോൾ പിതാവ്, അതുപോലെ തന്നെ വയലി പിതാവ്, വിവാനീസ് പിതാവ്, ഇവരൊക്കെ പല പിതാക്കന്മാര്, കുണ്ടോളം പിതാവ്, ഇവരൊക്കെ മനസ്സിൽ വരുന്നു. ജെയിംസ് പിതാവ്, ഇരിഞ്ഞാലക്കുളം, ഇവരൊക്കെ പറയായിരുന്നു പോകും മിഷന് പോകും. അങ്ങനെയൊക്കെ ഞാൻ പോരും. ഞാൻ പോകുന്ന കാലത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കാതെ പോകാൻ. ഇപ്പം ഒരു സന്യാസഭയിൽ പോയി ചേർന്ന്, അതാ മിഷന് പോയ ഒരു സന്യാസഭയ്ക്ക് സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കില്ല വൊക്കേഷൻ ബ്യൂറോയിൽ നിന്ന്. അത്രമാത്രം സങ്കുചിതമായി. ഇതൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റി? നാശം. സെമിനാരുകൾ അടയ്ക്കപ്പെടാറായി, മഠങ്ങളോ അടയ്ക്കപ്പെട്ടു. ഇതിനൊക്കെ ആത്മീയമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കേരള സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ തട്ടി ഉണരണം ആത്മാവിനാൽ. നമ്മൾ 2 തിമോത്തി അധ്യായം 1:6 പറയുന്നത് പോലെ കൈവപ്പ് വഴി കിട്ടിയ ആ ആത്മാവിനെ കത്തിജ്വലിപ്പിക്കണം. എന്തെങ്കിലും സാധിക്കും. ആ കത്തിജ്വലനം ഭിന്നിപ്പിക്കാനല്ല, വിഭജിക്കാനല്ല, സ്നേഹത്തിലാകാൻ. എത്രയോ തവണ കർത്താവ് പറഞ്ഞു, രാജ്യമായാലും വീടായാലും കുടുംബമായാലും വിഭജിക്കപ്പെട്ടാൽ നാശിക്കും. ഹല്ലേലൂയ. ആ നാശം ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടിട്ടും കാണാത്തവരെത്തിയിരിക്കുകയാണ്. മാറിയേ മതിയാവൂ. നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെ കത്തിജ്വലിച്ച് നമുക്ക് ഭാരതം മുഴുവൻ നേടണം, ലോകം മുഴുവൻ നേടണം യേശുവിനായിട്ട്. ഈ കാലഘട്ടം ഞാൻ പറഞ്ഞതുപോലെ ഒരു വിപ്ലവത്തിന്റെ കാലഘട്ടം. വിപ്ലവാത്മകമായ വ്യത്യാസങ്ങൾ വരുന്നു. നിങ്ങൾ അമേരിക്ക ഒരു ഉദാഹരണം. അമേരിക്ക ഒരു മൂത്ത ചാട്ടറാണല്ലോ. അവിടെ നടക്കുന്നതൊക്കെ വിപ്ലവാത്മകം. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്, അത്ഭുതസ്തബ്ധരായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കലായുള്ള മാറ്റമല്ല, ആധ്യാത്മികമായ മാറ്റങ്ങൾ. എത്രയോ പേരെനിക്ക് എത്രയെന്നറിയാമോ? ഇപ്പൊ ഞങ്ങൾക്കിവിടെ സുരക്ഷിതരാണ്. ആരെങ്കിലും ഞങ്ങളെ തൊട്ടാൽ, ഇന്നിപ്പോ നമുക്കറിയാം അവിടെ വന്ന അഭയാർത്ഥികളും വിദേശികളൊക്കെ ഏറെ കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്ത് അവിടെയുള്ള ശാന്തതയും അവിടെ ഉണ്ടായിരുന്ന ആ സെക്യൂരിറ്റിയും എല്ലാം പോയി. അതുകൊണ്ട് അതൊക്കെ തിരിച്ചു വരികയാണ്. അതുപോലെ യൂറോപ്പിൽ തുടങ്ങി ഇളകി ലോകം മുഴുവൻ അടക്കമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് ഓർക്കണം. അവർ ഒന്നിക്കുമ്പോഴാണ് ശക്തി. ഹല്ലേലൂയ. ഐക്യമത്യം മഹാബലം. അത് വലിയൊരു ബലമാണ്. അതിലേക്ക് ലോകം നീങ്ങുന്നു, സഭ നീങ്ങുന്നു ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. കാരണം സഭയിലൂടെ കടിച്ചു കീറുക. ആ ഒഴുക്കിനനുസരിച്ച് സഭ നീങ്ങിയില്ലെങ്കിൽ, അതാണ് എനിക്ക് പറയാൻ, ലോകം നന്മയിലേക്ക് പോകുന്നു. നമുക്കറിയാം വിശുദ്ധ യോഹന്നാൻ പൗലോസ് പാപ്പ പറഞ്ഞതുപോലെ, ഞാൻ വീണ്ടും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള പലപ്പോഴും. 101 ആവർത്തിക്കണം 1000 പറയുന്ന പോലെ ഞാൻ കേരളത്തിലാണല്ലോ, ആവർത്തിക്കണം പറഞ്ഞെങ്കിലേ മലയാളിയുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ചെല്ലൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അദ്ദേഹം പറഞ്ഞതാണ്. അതായത് വലിയൊരു പ്രപഞ്ചത്തിൽ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മ സഭ സങ്കുചിതമായിരിക്കരുത്.
നമ്മളും ഹൃദയം തുറന്ന് ആ മാറ്റം, നന്മയ്ക്കുള്ള മാറ്റത്തിലേക്ക് പോകണം. തിന്മയ്ക്ക് നിലനിൽക്കാനാവതല്ല, ആ നന്മയ്ക്ക് നിലനിൽക്കാനും പ്രചരിക്കാനും വികസിപ്പിക്കാനും കഴിയൂ. അപ്പൊ അങ്ങനെ ഒരു മാറ്റം. ഈ അടുത്തൊരു കാലം നമുക്ക് ലോകം മുഴുവൻ ഒരു ജീർണതയിലൂടെ പോവുമായിരുന്നു. ആത്മീയ ജീർണതയല്ല, ആ സാമ്പത്തിക ജീർണത, ആ ഐക്യത്തിന്റെ ജീർണത എല്ലാം നമുക്കറിയാം. അത് മാത്രമേ ഏറ്റവും കൂടുതലായിട്ട് മൂല്യം നഷ്ടപ്പെട്ടു പോയി. എവിടെയാണ് ഈ മൂല്യങ്ങൾ വരുന്നത്? ഈശോയിൽ നിന്ന്, യേശുവിന്റെ പഠനങ്ങൾ, ബൈബിളിൽ നിന്ന്. ഈ യേശുവിന്റെയും ബൈബിളിന്റെയും മൂല്യങ്ങളിൽ നിന്ന് മാറുമ്പോൾ മൂല്യച്ചുരി. എല്ലാ ധ്യാന ഗുരുക്കന്മാരും പറയും മൂല്യച്ചുരി വന്നു. ആ ഏതാണ് ഏറ്റവും വലിയ മൂല്യം? ലവ്. പരസ്പരം നിങ്ങൾ സ്നേഹിക്കുക. അതിന് പോകുമ്പോൾ എല്ലാം പോകും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. 1 കൊറിന്തോസ് 13 നിങ്ങൾക്കറിയാം. സ്നേഹമില്ലെങ്കിൽ വെറുതെ അത് ചിലമ്പുന്ന താളമാണ്. ഒന്നും വിശേഷമില്ല. എന്തെല്ലാം ചെയ്താലും ഒത്തിരി ആശുപത്രി കാണും, ഒത്തിരി ഒരു പക്ഷങ്ങളിൽ സ്കൂളുകളും കോളേജും കാണും. അതിപ്പോ എല്ലാവരും നിർത്താൻ പറയാം. കാരണം എല്ലാം സമ്പത്തുണ്ടാക്കാൻ മാർഗമാണെന്ന് പറഞ്ഞു. നന്മയ്ക്ക് ഉദ്ദേശിച്ച് ചെയ്തതല്ല ഇപ്പോൾ തിന്മയായിട്ട് ലോകം കാണുകയാണ് മക്കളെ. ഇതൊക്കെ ചിന്തിക്കണേ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരായിട്ട് ഒരു വലിയ ശത്രുത നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഓർക്കണം. അതിനെപരിയായിട്ട് അച്ഛന്മാരെയും മെത്രാന്മാരെയും കണ്ടുകൂടാ എന്ന് പറഞ്ഞാൽ ഈ സഭ സ്ഥാപക സഭയോട് എതിർപ്പാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇനിയെങ്കിലും ഹൃദയം തുറന്ന് നന്മയിലേക്ക് വന്ന് പരസ്പരം നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ ഒത്തിരി വേദനയോടെയും സ്നേഹത്തോടെയും പറയാണ്. അത് ഞാൻ ധൈര്യപൂർവ്വം പറയാണ്. നമുക്ക് റീത്തിനതീതമായി, സഭകൾക്കതീതമായി സ്നേഹത്തിലേക്ക് വന്നേ മതിയാവും. അല്ല എങ്കിൽ മാത്രമല്ല പരസ്പരം വഴക്കുണ്ടാക്കാനായിട്ട് പോയി പിന്നിലും മുമ്പിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെയൊക്കെ വഴക്കുണ്ടാക്കാനായിട്ട് എരിവ് കൊടുക്കുക, അംഗീകാരം കൊടുക്കുക, പ്രോത്സാഹനം കൊടുക്കുക, എന്തെല്ലാം നടക്കുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വേദനിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. ദൈവജനമേ, സഭ എന്ന് പറയുന്നത് നിങ്ങളാണ്. സഭ ദൈവജനമാണെന്ന് സഭ പഠിപ്പിക്കുന്നത്. ദ ചർച്ച് ഈസ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. സഭ യേശുവിന്റെ ശരീരം. ഞാൻ പലപ്പോഴും പറഞ്ഞു, കർത്താവാണ് ശിരസ്. കൊളോസ്യർ 1:18. അതുപോലെ നാം ഓരോരുത്തരും ആ ശരീരത്തിലെ, യേശുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണല്ലോ 1 കൊറിന്തോസ് 12:27. അപ്പോൾ നമ്മളാണ് ഈശോയുടെ കൈയും കാലും കണ്ണും മൂക്കുമെല്ലാം. അവിടെ പ്രിയ ജനമേ, അൽമേനികളെ, സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാണ്. ഞാൻ ആദ്യം ഒരു അൽമേനികൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. അവരോടാണ് പ്രീച്ച് ചെയ്ത് അവർക്ക് വേണ്ടി എന്റെ ജീവിതം ഇപ്പോഴും ഞാൻ വിയർത്ത് വേദനിച്ച് കൊടുക്കുന്നത്. കാരണം സഭ എന്ന് പറഞ്ഞാൽ അൽമേനിയ. ഇനി ഞങ്ങളുടെ ശുശ്രൂഷകർ മാത്രം, വെറും ശുശ്രൂഷ പട്ടം, ഒറ്റ പുരോഹിതനേ ഉള്ളൂ. ഇന്നും ജീവിക്കുന്നവനായ ഈശോ ആണ് പുരോഹിതൻ. ആ ക്രൂശിതനായ ഈശോ ആണ്. അതാണ് നമ്മുടെ ഏക മധ്യസ്ഥൻ, അതിന്റെ ഏക പുരോഹിതൻ. പിന്നെ ഞങ്ങളൊക്കെ പുരോഹിതന്മാർ, അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ആ പൗരോഹിത്യം ഇന്ന് ജനങ്ങൾക്ക് സംരംഭ്യമാകാനുള്ള ശുശ്രൂഷകൾ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കുർബാന. അന്ന് നമ്മൾ ആരും ഇല്ലായിരുന്നു. നമുക്ക് സംരംഭ്യമാക്കുന്നത് ഒരു വൈദികനിലൂടെയാണ്. അന്ന് കർത്താവ് വചനം പ്രഘോഷിച്ചു. ആ സംരംഭ്യമാക്കുന്ന ഇന്ന് വചന പ്രഘോഷകളിലൂടെയാണ്. യേശു ഓടി നടന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. ഇന്ന് തന്റെ ശരീരത്തിലെ അവയവങ്ങളിലൂടെ തുടരുകയാണ്. അപ്പോ ഈ കുരാശകൾ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുവാനായിട്ട് ഞങ്ങൾ വൈദികരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ വലിയ ശ്രേഷ്ഠരാണെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ വെറും ശുശ്രൂഷികൾ ആണ്. ശുശ്രൂഷ പൗരോഹിത്യം എന്നാണല്ലോ ഞങ്ങളുടെ പട്ടത്തിൽ പറയുന്നത്. നിങ്ങൾ രാജകീയ പുരോഹിതരാ മക്കളെ. ഞാൻ ഇത് പറയുന്ന രാജകീയ പുരോഹിത ജനത്തോടാണ്. ഉണരൂ. എന്നിട്ട് നമുക്ക് ഒന്നാകാം. നമുക്ക് ഈ പെറ്റിയായിട്ടുള്ള സ്ഥാപനത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ ഒക്കെയുള്ള ആ വിഭജനങ്ങളൊന്നും മാറ്റിയിട്ട് അടിസ്ഥാന കാര്യത്തെ നമുക്ക് ഒന്നാകാം. യേശുക്രിസ്തുവാണ് അടിസ്ഥാനം. ആ യേശു ഒന്നാണ്. യാക്കോബായും മർത്തോമായും കത്തോലിക്കനും സുറിയാനിയും ലത്തീൻകാരും എല്ലാം വിശ്വസിക്കുന്ന ഏകദൈവമായ യേശുക്രിസ്തുവിലാണ്. അതുപോലെ തന്നെ ആ യേശു പഠിപ്പിച്ച ഏകകൽപ്പന സ്നേഹം. ഹല്ലേലൂയ. ഇങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യമുണ്ട്. അതിലെങ്കിൽ നമുക്കൊന്നാകാം പ്രിയപ്പെട്ടവരെ. വ്യത്യസ്തത വേണമെങ്കിൽ കീപ്പ് ചെയ്തോ, കുഴപ്പമില്ല. എന്നാൽ ഈ സ്നേഹത്തിനൊരിക്കലും ഭംഗം വരാൻ പാടില്ല. സ്നേഹമില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല.
അതുകൊണ്ട് അത് നമുക്ക് അന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അഭ്യസിക്കുവാനായിട്ട് നമ്മുടെ മക്കളെ അത് പരിശ്രമിച്ച് നമുക്ക് മതിയാവൂ. അത് ഒന്ന് കൊറിന്ത്യൻസ് 13 വളരെ വ്യക്തമായി അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? സ്നേഹം ദീർഘക്ഷമയും ദയവുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ വായിക്കുന്നവരാ നിങ്ങൾ. ഇതും ധ്യാനിച്ചുള്ളിരുന്നു കണ്ടേ, ആ നെഞ്ചത്ത് കൈവച്ചെന്ന് ചോദിച്ചേ, എനിക്ക് ക്ഷമയുണ്ടോ? എനിക്ക് മറ്റുള്ള ബഹുമാനവും സ്നേഹവും ഉണ്ടോ? അതോ കോപവും വിദ്വേഷവും പകയും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കുകയാണോ? അതിന്റെ പ്രത്യാശയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടോ? ഇതൊക്കെ അറക്കണം. അതായത് നിലനിൽക്കണമെന്ന് ദൈവസ്നേഹം നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിലൂടെയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. റോമ 5:5 ഞാൻ 1000 തൊടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവുടെ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവില്ലാത്തതിന്റെ ലക്ഷ്യമല്ലേ ഈ നമുക്കറിയാം, മടിപിടിയും വഴക്കുമെല്ലാം ഇപ്പൊ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാത്തിന്റെയും കാരണം എന്താണ്? ആ സ്നേഹം, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് മക്കളെ. ഇത് വേദനിക്കുന്ന ഹൃദയത്തോടെ തന്നെ നിങ്ങളോട് പറയുകയാണ്. നമുക്കതിനൊക്കെ മാറി സ്നേഹിക്കുന്ന ഒരു സഭ ഉണ്ടായേ മതിയാവൂ. നമ്മൾ അസൂയയും തർക്കവും ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ ലൗകികർ ആണ്, വെറും ലൗകികരാണ്. ലോകത്തിന്റെ അടിമകൾ ആയിട്ട് നമ്മൾ ജീവിക്കുന്നു. നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല എന്ന് കർത്താവ് പറഞ്ഞത് മറക്കരുത്. യൂദാസ് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ് 1:19 പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരും കേവലം ലൗകികരുമായി ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ഇനാര് ഭിന്നിപ്പുണ്ടാക്കുന്നു? അച്ഛന്മാരാട്ടെ, മെത്രാന്മാരാട്ടെ, കന്യാസികളാട്ടെ, കുടുംബത്താട്ടെ, വ്യക്തികളായിരിക്കട്ടെ, പരിശുദ്ധാത്മയില്ല ഇന്ന് തെളിവാ. ഇവിടെ ഒരു പുതിയ പെന്തക്കോസ്ത ആവശ്യമാണ്. കരിസ്മാ നവീകരണം പണ്ടേ പോയി. പണ്ടേ കരിസ്മാ നവീകരണം വന്നത് അതിനുവേണ്ടിയായിരുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് സ്നേഹത്തെ ജീവിക്കാൻ. അതൊക്കെ പോയി. അതിൽ ഇപ്പം കരിസ്മാ നവീകരണം എന്നൊക്കെ പറഞ്ഞാൽ രോഗശാന്തി മേള, കാര്യസാധ്യമേള, പാസ്പോർട്ട് വെഞ്ചരിക്കാനായിട്ട് അക്കരയ്ക്ക് പോകാനായിട്ടുള്ള വീശായ്ക്ക് വെഞ്ചരിപ്പ്, അല്ലെങ്കിൽ വലിയ വലിയ മെഴ്സിഡീസ് കാറും ലോറിയും വെഞ്ചരിപ്പ്, സ്ഥലം മേടിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വെഞ്ചരിപ്പ്, ഇതൊക്കെയായി മാറി തരം തന്നുപോയി. പരിശുദ്ധാത്മാവിനെ നേടണം, മാനസാന്തരപ്പെടണം, പുതിയ വ്യക്തികളാണ്. അതൊക്കെ പോയി. ഇനിയൊരു പുതിയ റിവൈവൽ വരണം, പുതിയൊരു കരിസ്മാറ്റിക് നവീകരണം ഉണ്ടായേ മതിയാവും നമ്മുടെ കേരളത്തിൽ. ഞാൻ ഇവിടുന്ന് യൂറോപ്പിലേക്ക് പോകുന്ന 30 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ 1998 ആണ് ഞാൻ യൂറോപ്പിൽ ആദ്യം പോകുന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടം ഇപ്പോൾ കൂടെ വിഭജിച്ചാൽ ഇന്നിവിടെ ഒരു നവീകരണവും നടക്കുന്നില്ല, പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ടാണ് എവിടെയും എന്റെ ഭിന്നിപ്പാണ്. ലൗകികരായതുകൊണ്ടാണ് ഭിന്നിപ്പ്, ആത്മാവില്ലാത്തതുകൊണ്ട്. നമുക്കൊരു ആധ്യാത്മികതയിലേക്ക് എന്റെ മക്കളെ കടന്നു വരണം. ഇത് ലോകം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. ലോകത്തിലെ സഭകൾ ഒന്നാകാൻ പോവും. അപ്പോൾ നമ്മൾ ഇവിടെയും ഇങ്ങനെ കൊച്ചുകുട്ടികളെ മണ്ണിലും കല്ലിലും കളിച്ചുകൊണ്ട് അടിപിടിയും വെച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും ഇരിക്കും, വളരാത്തവർ. ഒരു പുസ്തകം പറയുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 3 നിങ്ങൾ വളരാത്തവരുടെ ഇപ്പോഴും പാല് തന്നുകൊണ്ടിരിക്കുകയാണ്. കരമായ ഭക്ഷണം തരാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾ യേശുവിലേക്ക് വളരുന്നില്ല എന്ന്. യഥാർത്ഥമായ ഒരു വളർച്ച നമ്മൾ ഉണ്ടായേ മതിയാവൂ. അല്ലെങ്കിൽ കർത്താവ് ആ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ ആയിരിക്കും. തിന്മയെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. പണമായിരിക്കാം ദൈവം, സ്ഥാനമായിരിക്കാം ദൈവം, അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടിയ അതിന്റെ അധികാരമായിരിക്കാം. അതൊന്നുമല്ല ദൈവം. ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്ക് ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ തരുന്നത് വേറൊന്നും കൊണ്ടല്ല. എന്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ന്യൂസുകളും വീഡിയോ ഒക്കെ കാണുമ്പം ഓർത്തു പോകുകയാണ്, നമ്മൾ കേരളീയർ ഇത്രയും ഭോഷന്മാരായി പോയല്ലോ. നമ്മൾ വായിക്കുന്ന ഭോഷന്മാരാകാതെ വിവേകികളാകുക എന്ന് പൗലോസ് പറഞ്ഞ് നമ്മൾ കേട്ടു. ആരാണ് ഭോഷന്മാര്? ദൈവസ്നേഹം അനുഭവിക്കാത്തവർ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സങ്കീർത്തനം 14:1 മൂഢൻ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല എന്ന്. ഞാൻ പറയുന്നത് കേരളത്തിലെ ബഹുഭൂരിപേരും ദൈവമില്ല എന്ന് പറയുന്നില്ല. ആരും പറയുന്നില്ല, ദൈവത്തെ പറ്റി ഒന്നും പറയുന്നില്ല. മൗനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാപം.
ഇനി മാത്രമല്ല അതെ അവിടെ പ്രവൃത്തി മുഴുവൻ സ്നേഹമില്ലാക ദൈവസ്നേഹമാണ്. അപ്പൊ സ്നേഹരാഹിത്യമാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നോർക്കണമേ. ഇത് മറക്കരുത്. അതുകൊണ്ട് നമ്മളെല്ലാം മണ്ടന്മാരാ. നമ്മളൊക്കെ സാക്ഷരത്വം നേടി എന്നൊക്കെ പറയും. കേരളമാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത്വം. എന്നാ സാക്ഷരത്വം നമ്മൾ കണ്ടതല്ലേ? ഒരു പാവപ്പെട്ട പോലീസുകാരനെ പോലും ഒട്ട് തൊഴിക്ക് തല്ലിക്കൊന്നു. എവിടെയും എവിടാ ചാരായം, കള്ള്, മദ്യം, അല്ലെങ്കിൽ മദിരാശ്യരായത്, മയക്കുമരുന്ന്, ഇതൊക്കെ സുലഭമായിട്ട് ഒഴുകുകയല്ലേ ഇവിടെ. അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റിയും മനുഷ്യന്റെ പിള്ളേരുടെയൊക്കെ ചെറുപ്പക്കാരുടെ പോലും തലമണ്ട പോയി. വട്ടുപിടിച്ചവരെ പണ്ട് അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ, അതായത് അടിമകളുടെ മക്കൾ അങ്ങ് നടക്കുമായിരുന്നു കഞ്ചാവ് അടിച്ച്. അതുപോലെ ഇപ്പൊ നമ്മുടെ മക്കളായി തീർന്നു എന്ന് ഓർക്കണം, മറക്കരുത്. അവർ പെണ്ണ് കെട്ടുന്നില്ല, കെട്ടുകയില്ല. ഇനി ഇവരൊക്കെ എന്നാ ചെയ്യാൻ പോകുന്നു? വലിയ പിശാച് വരുന്നുണ്ട്. അതിനെന്തറിയോ? യാന്ത്രിക പിശാച്. യാന്ത്രിക യുഗമാണിപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് തുടങ്ങി ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ പിശാചിന് വലിയൊരു നെറ്റാണ്. അതിലൂടെ ഇപ്പൊ ഗൂഗിളെല്ലാം സാധിച്ചു കൊടുക്കും. അപ്പൊ കമ്പ്യൂട്ടർ, മൊബൈല്, അതിന്റെ അടിമകളായി നമ്മുടെ പിള്ളേര്. മുതുവാതിരായ്ക്ക് പോലും, കന്യാസി പോലും, അച്ഛൻ പോലും അത് തലണക്കഴ വെച്ചിരിക്കുന്നത് മൊബൈലാ. ഹല്ലേലൂയ. ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞതാണ്. ഇനി വലിയ പിശാച് വരുന്നു. ബാൽ, അതായത് മുരുപിശാചിന്റെ പേര് പഴയ നിമിത്തത്തിൽ ബാൽ എന്നായിരുന്നു. ബാലിന് ഇപ്പൊ മുട്ടുമടക്കാൻ പോകുന്നു. പിന്നെ ഇവിടെ മനുഷ്യകുലമേ ഇല്ല. നിങ്ങൾ പല വീഡിയോകളും കണ്ടല്ലോ. ഒരു 15 രൂപ വെള്ളം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മനുഷ്യൻ കാണുകയല്ല. എല്ലാം യന്ത്രങ്ങളായിരിക്കും. അതായത് കൃത്രിമ മനുഷ്യൻ AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇങ്ങനെ കൃത്രിമമായ ബുദ്ധി വെച്ചോണ്ട് നിങ്ങൾ കണ്ടില്ലേ വീഡിയോ? അതായത് ഒരു കൃത്രിമ പെണ്ണിനെ ഉമ്മ വെച്ചോണ്ട് ലൈംഗിക ബന്ധം നടത്തുന്നത് പരസ്യമായിട്ട് വന്നില്ലേ? എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്കിനി സ്ത്രീകളെ വേണ്ട കെട്ടാൻ. സ്ത്രീകൾ പറയും ഞങ്ങൾക്കിനി പുരുഷന്മാരെ കെട്ടാൻ വേണ്ടാന്ന്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വേണ്ട. മനുഷ്യൻ ആരാ? വിശേഷ ബുദ്ധിയുള്ള ജന്തു എന്നാണ് അത് ഡിക്ഷണറി പറയുന്നത്, നിഘണ്ടു പറയുന്നത്. എവിടാ വിശേഷ ബുദ്ധി? ഇപ്പൊ വിശേഷ ബുദ്ധിയെല്ലാം ഈ യന്ത്രങ്ങൾക്കാ. ഹല്ലേലൂയ. അതെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു വിശേഷ ബുദ്ധിയില്ല. നമ്മളിപ്പോൾ ഒരു യന്ത്രങ്ങളായി മാറി. അടുത്തൊരിടയിൽ നമ്മൾക്ക് മൃഗങ്ങളായിരുന്നു. നമുക്ക് മൃഗങ്ങൾ ചെയ്യുന്ന പോലും ചെയ്യാത്ത പോലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ആണാണിനെ കെട്ടുക, പെണ്ണിനെ കെട്ടുക, അല്ലെ? അതുപോലെ തന്നെ അഴിച്ചുവിട്ട ലൈംഗികായത്വം എല്ലാം നടന്നുകൊണ്ടിരുന്നു. അബോർഷൻ ചെയ്യുക, പ്രായമുള്ളവരെ തല്ലിക്കൊല്ലുക, ഉത്തനേഷ്യ, ദയാവധം, ഇതെല്ലാമായിരുന്നു അടുത്ത ഒരു കാലത്ത്. ഇനി അതെല്ലാം പോയി, അതെല്ലാം പോവുകയാണ്. ഇനിയും വരാൻ പോകുന്നത് ഈ വലിയ ബാലിനെ ആരാധിക്കുന്നു. ഇവിടെ നിങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടു, മറ്റു പലരും കേട്ടു. അതായത് റോമാക്കാർക്ക് ലേഖനത്തിന്റെ 11-ാം അധ്യായം കഥാവ് എല്ലാം നശിച്ചോ? മഞ്ഞക്കൽ ചിന്ത് പറയുമ്പോൾ ഓർക്കും എല്ലാം പോയല്ലോ വെച്ചാ. ഇല്ല, പോകില്ല. ഹല്ലേലൂയ. കുറച്ചു പേർ അവശേഷിക്കുന്ന ഒരു ഗ്രൂപ്പ്. അത് പഴയ നിയമത്തെ കാലത്തുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ഏലിയ പ്രവാചകന്റെ കാലത്തും ഉണ്ടായിരുന്നു. എല്ലാ അൽത്താരകളും നശിപ്പിച്ചു, പള്ളികൾ നശിപ്പിച്ചു. ഒരു പ്രവാചകൻ മാത്രം, ഏലിയ മാത്രം അവശേഷിച്ചു. ബാലിന്റെ കൂട്ടരും വളർന്നു. അതെ, ഈ പൈശാചികത അതിനെ എന്തും വിളിച്ചോ, യാന്ത്രിക യുഗം, അത് യന്ത്രമെന്ന് വിളിച്ചോ. അതിലൊക്കെയാണ് ആറ് എന്നൊക്കെ പറയുന്നതും അന്ത്യക്രിസ്തു എന്നൊക്കെ പറയുന്നത്. ഈ അന്ത്യക്രിസ്തുവിന്റെ കീഴിലാണ് നമ്മൾ ഈ പലരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഇന്ന് വേണ്ട ഈ കാലഘട്ടത്തിൽ. അത് എന്നാൽ എരിവും പുളിയുമുള്ള ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്. എനിക്ക് യൂറോപ്പ് അറിയാം, കേരളവും അറിയാം. ഞാൻ കേരളത്തിൽ 2 പതിറ്റാണ്ട് ഓടി നടന്ന് എല്ലായിടത്തും പ്രസംഗിച്ച, എല്ലാ രൂപതയിലും എല്ലാ റീത്തിലും. ഇപ്പൊ യൂറോപ്പിൽ എല്ലാ രാജ്യങ്ങളിലും പോകുന്നു. ഞാൻ അവർക്ക് ഒരു സന്ദേശം ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാൻ കാരണം ഇവിടെയെല്ലാം ഒരു അവശേഷിച്ച ഭാഗം ഏതാനും പേരുണ്ട്. അത് നമുക്കറിയാം. ആ പ്രവാചകൻ കർത്താവിന് പറഞ്ഞു, കർത്താവ് എല്ലാം പോയി, എല്ലാം മുടിഞ്ഞു. ഇല്ല മോനെ, താൻ തെരഞ്ഞെടുക്കയുടെ കൂടെ ഞാനുണ്ട്, 7000 പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന്. ഹല്ലേലൂയ. അവർ എനിക്കുള്ളവരാണ് എന്ന്. അത് തന്നെയാണ് പൗലോസ്ലീഹായും പറഞ്ഞിരിക്കുന്നത് റോമ 11-ൽ. പോയിട്ടില്ല, പള്ളികളൊക്കെ ഇടിഞ്ഞോട്ടെ, സ്കൂള് പൊക്കോട്ടെ, അച്ഛന്മാരും കന്യാസികളുടെയും വിരളമായിക്കോട്ടെ, ഇല്ലാതാവുമായിരിക്കും ഒരു പക്ഷെങ്കിൽ. പക്ഷേ ദൈവജനമേ, നിങ്ങൾ എന്റേതാണ്, നിങ്ങളോട് കൂടി ഞാനുണ്ട്. അത് നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരമായി നിന്നാൽ, അതുപോലെ മൂല്യങ്ങളിൽ സ്ഥിരമായി നിന്നാൽ
യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവന്റെ പിന്നാലെ പോകുന്ന ഒരു ഗണമായി കത്തിജ്വലിക്കുന്നതായിരിക്കോ 7000 പേരെ കൃപയിൽ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. കൃപ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. അപ്പൊ ഇന്ന് കൃപയുള്ളവരാ വേണ്ടത്. പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി പറയുന്നു, മാനസാന്തരപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്ന് യേശുവിനെ ഏകരക്ഷനായി സ്വീകരിച്ച് വിശ്വസിച്ച് അവനോട് ചേർന്ന് കൃപയിലായിരിക്കൂ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ജനമാണ് അതിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനും. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നീ കൃപയിലല്ലെങ്കിൽ ഔട്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് ദുഷ്ടനായി തുടരട്ടെ, അശുദ്ധനായി തുടരട്ടെ എന്ന് പറഞ്ഞാൽ അവൻ പൊക്കോട്ടെന്നാ. ഹല്ലേലൂയ. പോലെ മക്കളെ, ആരും പോകാൻ പാടില്ല. അത് ഈ ന്യൂനപക്ഷത്തിലൂടെ ചേരണം. അതായിരിക്കും ഭാവിയിൽ കത്തി ജ്വലിക്കും, ലോകത്തെ കീഴടക്കും. ആർക്കും കീഴടക്കാനാവാത്ത ഒരു അവശിഷ്ട ഭാഗമായിരിക്കും അത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ശക്തിയുള്ള ഒരു അവശിഷ്ട ഭാഗം അത് നിശ്ചയമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് പോകാം ഒഴുക്കിനെതിരെ, ഒഴുക്കിനനുസരിച്ച് ചെത്ത പോലെ പോകാതെ. ഹല്ലേലൂയ. ഇത് നമ്മുടെ പ്രവണതയാണ്. അലസത, മടി, പ്രാർത്ഥനയില്ല, ആത്മാവിയുടെ ജീവിതമില്ല, എല്ലാ ഭൗമികാരുടെയും ആഡംബരവും സുഖിച്ച് ഇങ്ങനെ പോവുകയാണ് നമ്മൾ. അത് നാശത്തിന്റെ കൂമ്പാരം. ഇല്ല, ആക്റ്റീവായിട്ട് യേശുവിന് വേണ്ടി പടയാളികളാകണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്. അതാണ് ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ പോകുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും പടപൊരുതുവാൻ. ആ ഒറ്റയ്ക്ക് ഗോലിയാത്തെന്ന ആ 70 അടി പൊക്കമുള്ളവരെ, ആ ചെറുപ്പക്കാരനായ ദാവീദ്, ഈശോയുടെ ഹൃദയമുള്ള ദാവീദ്, ഒരു ചെറിയ ചവട വെച്ച് കല്ലുകൊണ്ട് അവനെ കൊന്നതുപോലെ. പ്രിയമുള്ളവരെ, ഈ ന്യൂനപക്ഷം കൊണ്ട് കർത്താവ് മറ്റുള്ളവരെ അതിജീവിക്കും. കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അവരുടെ ഭാവിയായിരിക്കും യഥാർത്ഥ സത്യസഭ. പുതിയ ആകാശം, പുതിയ ഭൂമി വരും. ഇപ്പൊ സമയം പെട്ടെന്നാ പോകുന്നത്, ഇല്ലേ? നമുക്കെന്നെ അറിയാം, ഇക്കൊല്ലം പെട്ടെന്ന് തീരുക. അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കുഴിയിലേക്ക്, നമ്മുടെ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നു. സമയമില്ല, വെയിറ്റ് ചെയ്യരുത്. നാളെയാകാം എന്ന് പറയരുത്. ഇന്ന് തന്നെ തീരുമാനിക്കൂ യേശുവിനെ സ്നേഹിച്ച്, ആ യേശുവിന്റെ സ്നേഹത്തിൽ പരസ്പരം സ്നേഹിച്ച് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കുമെന്ന്. അത് നിങ്ങൾ മറ്റുള്ളവരെ നോക്കണ്ട, മെത്താനെയോ അച്ഛനെയോ ഒന്നും നോക്കണ്ട. അവര് ഇഷ്ടം പോലെ ആകട്ടെ. അവരും ഈ ഇടത്തുവശത്തിൽപ്പെട്ടവരായിരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ മുൻപിൽ നോക്കി പിന്നിലുള്ളവയിൽ കളഞ്ഞുകൊണ്ട് പിന്നെ മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി പൗലോസ് പറയുന്ന പോലെ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് അതൊരു പുതിയ സഭ, ഞാൻ അവസാനം ഇത് പറയുകയാണ്, അതെങ്ങനെയുള്ളതായിരിക്കുമെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3 അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ, പരിച്ഛേദിതർ എന്ന് പറഞ്ഞാൽ തിന്മയെ ഉപേക്ഷിച്ചവർ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. 3 കാര്യം മനസ്സിൽ ആഴമായി ഇറങ്ങട്ടെ. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ. ആ കരയിൽ വെച്ച് സമറിയാക്കാരി സ്ത്രീയോട് പറഞ്ഞതുപോലെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവർ. 2 എന്താണ്? യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുന്നവർ. ആ ട്രംപിനെ പോലെ അഭിമാനം കൊള്ളണം യേശുക്രിസ്തുവിൽ. വേറൊന്നിലും അഭിമാനം കൊള്ളരുത്. യേശുവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളണം. യേശുവിന്റെ കുരിശിൽ അഭിമാനം കൊള്ളണം. യേശു നേടിയെടുത്ത രാജ്യത്തിൽ, ദൈവരാജ്യവും സഭയാണത്, അഭിമാനം കൊള്ളണം. അത് 3-ാമതായിട്ട് ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ജഡികവും ജഡികാശകളും ആയിരിക്കരുത് അത് വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ ആദ്യം മാർപ്പാപ്പ ആയ പത്രോസ് ശ്ലീഹ പറയുന്നത് പോലെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മൾ ആരായിത്തീരണം എന്ന് 2-ാം അധ്യായം 1 പത്രോസ് അധ്യായം 2. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പണിത് ഉയർത്തപ്പെടട്ടെ. 2:5 1 പത്രോസ്. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായൊരു പുരോഹിത ജനവുമായി തീരട്ടെ. ആമേൻ. ഇത് ആരോട് പറയുന്ന? അച്ഛന്മാരോടല്ല, എല്ലാ ജനങ്ങളോടും പറയുന്നതാണ്, എല്ലാ വിശ്വാസിയോടും പറയുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം പ്രിയ മക്കളെ, വിശ്വാസികളെ, നിങ്ങളുടെ നിർവചനം ഇതാ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു.
2:9 പത്രോസ്. നിങ്ങൾ ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിതരാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്, വിശുദ്ധ ജനവുമാണ്, അത് യേശുവിനെ പ്രഘോഷിക്കേണ്ടവരുമാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് മാറാം. ഇതാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സഭയെ നയിക്കാനുള്ളവർ കർത്താവ് നിയോഗിക്കും. ഹല്ലേലൂയ. ആ കർത്താവാണ് നിയോഗിക്കുന്നത് ഇടയന്മാരെ. അപ്പം അല്ല, മനുഷ്യനല്ല. ഇന്ന് പലയിടത്തും നിയോഗങ്ങളൊക്കെ മനുഷ്യനാണ് ചെയ്യുന്നത്. ആത്മാവല്ലാതെ ഈശോ അറിയാതാണ് പലരും നേതാക്കന്മാരായത്. പരിശുദ്ധാത്മാവ് അറിയാതെ നേതാക്കന്മാരെ വല്ലതും ഉണ്ടാകാൻ പറ്റിയത്. അതായിരുന്നു അത് നമുക്കറിയാൻ സാധിക്കും. മൂശയുടെ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോഴാണ് മൂശ പറഞ്ഞത്, വടിയും കൊണ്ട് വരൂ. പലരും ഇങ്ങനെ വടിയും കൊണ്ട് നടക്കാണ്, ഞാനാണ് നേതാവെന്നും പറഞ്ഞ് മടിയും മുടിയൊക്കെ ഉണ്ട്. അതെല്ലാം അവന്റെ മേശപ്പുറത്ത് വെച്ചു. അഹ്റോന്റെ അത് പൂത്തു കുലച്ചു എന്നാ പറയുന്നത്. അഹ്റോൻ നേതാവാണെന്ന് കർത്താവ് പ്രകടിപ്പിച്ചു. അപ്പൊ കർത്താവ് തെരഞ്ഞെടുത്തവരായിരിക്കണം. കർത്താവ് തെരഞ്ഞെടുക്കുന്നത് സ്നേഹത്തിന്റെ അളവുകോല് വെച്ചാണ്. പരസ്പര സ്നേഹത്തിന്റെ, പരസ്പരം ആ ദാക്ഷിണ്യവും കരുണയും കാണിക്കുന്നൊക്കെ നോക്കുക. അതായത് ഈ പരിശുദ്ധാത്മാരുടെ ഫലങ്ങൾ വെച്ച് അത് അങ്ങനെ ഒരു നേതാക്കന്മാരുടെ നിരയും നമുക്കുണ്ടാവും. പ്രിയമുള്ളവരെ, പ്രത്യക്ഷ നിങ്ങൾ പ്രതീക്ഷയുള്ളവരായിരിക്കൂ. ഒട്ടും നിരാശപ്പെടുന്നത്. നമ്മുടെ സഭ നശിക്കില്ല. നമ്മുടെ സഭയിലെ കർത്താവ് കൂട്ടിച്ചേർക്കും. വീണ്ടും ഒരു പുതിയ ഉണർവുള്ള ശക്തമായ വിശുദ്ധ സഭ കേരളത്തിൽ ഉണ്ടാവും. ഈ വയസ്സൻ പ്രവചിക്കുന്നു. ഈ വയസ്സൻ മണ്ണടിഞ്ഞാലും ആ സ്വർഗത്തിൽ നിന്നുള്ളത് കാണും. ഈ പ്രക്ഷോഭിക്കുന്ന സഭ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്നത് സഭയാണോ? ചോദ്യചിഹ്നമാണ്. സഭയിൽ നടക്കേണ്ടതാണോ? നടക്കുന്നത് ചോദ്യചിഹ്നമാണ്. കാരണം കർത്താവിന്റെ ശരീരമാകുന്ന സഭ ഇനിയും ഉയർത്തെഴുന്നേൽക്കും, ഉടലെടുക്കും. ഇതിൽ നിന്ന് അത് ഫീനിക്സ് പക്ഷിയെ പോലെ അത് എഴുന്നേൽക്കും. സടകുടിഞ്ഞ് എഴുന്നേൽക്കും. ഞാൻ പറയുന്നു, ജീവനോടെ ഉയർക്കും. അവന്റെ പ്രത്യാശ ഉള്ളവരായിരിക്കൂ. എഡിസൺ എന്ന മഹാൻ തന്റെ പരീക്ഷണശാല കത്തി ദഹിച്ചപ്പോൾ ഭാര്യയോട് പറഞ്ഞ പോലെ ഏകദേശം 100-ൽ പരം പുതിയ കണ്ടുപിടുത്തങ്ങൾ പഠിച്ചതെല്ലാം അതിനകത്തായത് കത്തി ദഹിച്ചു. പുഞ്ചിരിച്ചോണ്ട് കത്താനെ സ്തുതിച്ചോ നിന്നപ്പോ ചോദിച്ചോണ്ട് താന്റെ പരീക്ഷണശാല മുഴുവൻ കത്തിച്ചാമ്പലായിട്ട് താൻ ചിരിക്കുന്നതോ, തനിക്ക് വട്ടുപിടിച്ചോ ആണി പോയോ എന്ന്. അപ്പോൾ പറഞ്ഞെന്താന്നു, പഴയതെല്ലാം പോയതുകൊണ്ട് ഇനിയും എനിക്ക് എല്ലാം പുതിയതായി തുടങ്ങാൻ പറ്റും. ഹല്ലേലൂയ. സത്യമാണ് മക്കളെ. നമുക്ക് പഴയതെല്ലാം ഒന്ന് മാറ്റിയൊരു പുതിയ ഒരു സംവിധാനം, പുതിയ ജീവിതം, പുതിയ സഭ ഇവിടെ കേരളത്തിൽ സംഭവിക്കേ മതി. അത് ഈശോയുടെ ആഗ്രഹമാണ്. പുതിയ ആകാശം, പുതിയ ഭൂമി. യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ അധ്യായം 5 അത് 17 സംഭവിക്കുന്നു. നമുക്ക് ആ ഒഴുക്കിൽ തട്ടിപ്പോകാതെ നമുക്ക് പിടിച്ചു നിൽക്കാം. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ. അത് നമുക്ക് ഒഴുക്കിന്റെ നീന്തുമ്പോൾ ആ ശക്തി, കരുത്ത് പരിശുദ്ധാത്മാവ് തരും. പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തരാകും. ഹല്ലേലൂയ. നിങ്ങൾ ശക്തിയുള്ളവരാകട്ടെ. ഞമ്മ അല്ല. നിങ്ങൾ ആരും ക്ഷീണിതരല്ല. ആ ആത്മാവിലേക്ക് ഹൃദയം തുറന്ന് ആത്മാവെ വരണമെന്ന് പ്രാർത്ഥിക്കൂ. ആമേൻ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാനൊരു ആശീർവാദം തരാം. കാര്യങ്ങളുടെ കഥാവി, ഞാൻ ഏതൊക്കെയോ എന്റെ മനസ്സിൽ വന്നത് സ്വയം പ്രീതമാറ്റി മക്കൾക്ക് സംസാരിക്കുകയായിരുന്നു. കാരണം ലോകത്തിലെ കാര്യങ്ങൾ അനുദിനം കാണുമ്പോൾ ഈശോയെ സന്തോഷവുമുണ്ട്, സങ്കടവുമുണ്ട്. ഏറെ ആളുകൾ തകർച്ചയിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി അടിക്കടി പോകുന്നു. അതേസമയം ഏറെ ആളുകൾ ഇല്ല എങ്കിലും കുറച്ചാളുകളെങ്കിലും നല്ല മൂല്യങ്ങളിലൂടെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വളരുന്നു. അവരെല്ലാം ഐക്യമായിട്ടും സ്നേഹമായിട്ടും കഥാവി കേരളത്തിലാണെങ്കിലും ജാതി മത ഭേദമന്യേ ചിന്തിച്ച് സ്നേഹത്തിലായിരിക്കുന്ന ഏറെ പേരെ ഞാൻ കണ്ടുമുട്ടുന്നു. ഏറെ യുവാക്കൾ അങ്ങനെയുണ്ട്. അത് ഇപ്പോഴത്തെ ഈ സംവിധാനവും ഈ അടിപിടിയൊന്നും ഇഷ്ടമില്ലാത്തവർ, അതുകൊണ്ടാണ് പള്ളിയിൽ പോവാത്തത്. അവർ നല്ലവരായതുകൊണ്ടാണ് ഞാൻ പറയും. അവരെ ഈശോ കാക്കുകയാണ്, അവരെ കൂട്ടി യോജിപ്പിക്കുകയാണ് ഈശോ. നന്മയ്ക്കായിട്ട്, പരമനന്മയ്ക്കായിട്ട്, അതെ, അതിവിശുദ്ധ ജീവിതം കഴിക്കുവാനായിട്ട്, ഈശോയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാനായിട്ട് മക്കളെ നിങ്ങളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. ഈ നിമിഷം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കരങ്ങൾ നീട്ടി നിങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അത് അപ്രകാരമല്ലാത്തവരുടെ മേൽ ഒരു മാനസാന്തരം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കണം. അത് ഇപ്പോഴത്തെ അവസ്ഥയെ ഉണ്ടാക്കിയവരുടെ മനഃശാന്തരത്തിനും ഇപ്പോഴത്തെ അനൈശ്വര്യവും സഭയിൽ കൊണ്ടുവന്നവരുടെ മാനസാന്തരത്തിനായി അതിൽപ്പെട്ട് വൈരാഗ്യവും രോഷവും പിണക്കവും വെച്ചുകൊണ്ടിരിക്കുന്നവർ, പക വീട്ടുന്നവർ, അവർക്കെല്ലാം ഒരു മാനസാന്തരം കൊടുക്കുക കർത്താവേ. ആത്മാവെ, പരിശുദ്ധാത്മാവെ കടന്നു വരാൻ ഞാൻ അവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരാരെയും തള്ളിക്കളയതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാൾ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഈശോയെ ശുദ്ധീകരിക്കൂ. എന്നെ ഏറെ ശുഭാപ്തി വിശ്വാസത്തോടെ ഈശോയോട് ചേർന്നിരിക്കുന്ന നല്ലൊരു ജനത്തെ ഞാൻ കാണുന്നു.
അത് പ്രയർ ഗ്രൂപ്പായിരിക്കാം, പ്രാർത്ഥനാ ഗ്രൂപ്പായിരിക്കാം, വീട്ടിലായിരിക്കാം, ആരുമാട്ടെ ഒറ്റയ്ക്കായിരിക്കാം, കന്യാസിയായിരിക്കാം, അച്ഛനായിരിക്കാം, അത്രനായിരിക്കാം. അവരെ കർത്താവ് കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക്, കൂടുതൽ നന്മയിലേക്ക് നയിക്കണമേ. നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങളെ മുഴുവനും, കേരള സഭയെ മുഴുവനും ഈശോയുടെ ഹൃദയത്തിൽ, മാതാവിന്റെ ഹൃദയത്തോട് അർപ്പിച്ച് ഞാനിപ്പോൾ ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.